എന്നെ കെട്ടണമെങ്കിൽ സ്ത്രീധനം വാങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. കഴുത്തിലും കാതിലും കിടന്ന എല്ലാം ഊരി അവൾ എൻ്റെ നേരേക്ക് നീട്ടി. കയ്യിൽ 2 വളയുണ്ടായിരുന്നു, അതും മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്നു. ഇടയ്ക്ക് കളിയാക്കി പറയും, സഹകരണ ബാങ്കിൽ അതൊക്കെ സേഫ് അല്ലേ എന്ന്. വാങ്ങിക്കാൻ നല്ല മടിയാണ്, ഞാനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. പക്ഷെ ഊരിത്തരാൻ അവളൊരു മടിയും കാട്ടിയിട്ടില്ല ഇതുവരെ. അത് വേണ്ടത് ആ കൂടി ഇത് മാത്രമേ ഉള്ളൂ, ഇനി ഇതും കൂടി അത് അവിടെ തന്നെ കിടക്കട്ടെ. അതാ നിന്റെ രസം. എൻ്റെ പെണ്ണൊന്നുമില്ലാതെ അതൊന്നും വേണ്ട. എൻ്റെ പൊന്നു മാഷേ, സ്വർണ്ണക്ക് ഔട്ട് ഓഫ് ഫാഷനാണ്. തൽക്കാലം ഇത് കൊണ്ടുപോയി വിറ്റും പണയം വെക്കണ്ട. പിന്നെ അതിൻ്റെ ടെൻഷനായുള്ള ഉറക്കം കളയും. തൽക്കാലം വീട് പണി നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ നോക്കാം. ഇല്ലടോ, അമ്മ എന്ത് വിചാരിക്കും? വേറെന്തെങ്കിലും അമ്മക്ക് തോന്നിയാൽ അതൊക്കെ മോശം. എനിക്ക് പിന്നെ ആ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞാൻ ബലമായി അത് അവളുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു. ഇയാളെക്കുറിച്ച് നല്ല അഭിപ്രായം അമ്മക്ക്, പിന്നെ അമ്മയ്ക്ക് എല്ലാം അറിയാം. നല്ല അഭിപ്രായം എന്ന് പറയുമ്പോൾ അയ്യടാ, അങ്ങനെ ഇപ്പം അത് കേട്ട് സുഖിക്കണ്ട. ഞാൻ പോകണം, ഇനിയും ബസ്സിന് സമയമായി. പോക്കറ്റിൽ മാലയും കമ്മലും ഇട്ട് അവൾ നടന്നു. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും, എന്നിട്ടൊന്ന് ചിരിക്കും. പിന്നെയും മുന്നോട്ട് തന്നെ. ചെറിയൊരു ജോലിയുണ്ട്, തുണിക്കടയിൽ സെയിൽസ് ഗേളാണ്. വാടക വീട്ടിലാണ് താമസം. ഒരമ്മയുണ്ട്, അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അത് പറയുമ്പോൾ അവളുടെ കണ്ണു നിറയും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്വപ്നങ്ങളും. സ്വന്തമായിട്ടൊരു വീട്, അത് കഴിഞ്ഞിട്ട് വേണം അവളെയും കൂട്ടി ഒരു ജീവിതം തുടങ്ങാൻ. അവളുടെ അമ്മയെ ഒപ്പം കൂട്ടണം, ഒറ്റക്കാകാൻ പറ്റില്ല. ആ ഒരു നിർബന്ധം മാത്രമേ അവൾക്കുള്ളൂ. ഞാനും ഇഷ്ടത്തോടെ സമ്മതിച്ചു. ഓരോന്ന് ആലോചിച്ച് നേരം പോയത് അറിഞ്ഞില്ല. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗം വീട്ടിലേക്ക് പോയി. തട്ടടിക്കലും വാർപ്പ് തേപ്പെല്ലാം പറഞ്ഞ സമയത്ത് തന്നെ അനീഷേട്ടൻ തീർത്തു തന്നു. ഗൃഹപ്രവേശനത്തിനുള്ള സമയം വരെ നിശ്ചയിച്ചു. പ്രിയയുടെ വീട്ടിൽ പോകണം, അമ്മയെ വിളിക്കണം. പിന്നെ അവളെയും. അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് തന്നെ പറയാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഉണ്ടക്കണ്ണ് മിഴിച്ച് അന്തം വിട്ട് നിൽക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം. നേരെ അവളുടെ വീട്ടിലേക്ക് വിട്ടു. എന്നെ കണ്ടപ്പോൾ തന്നെ ആൾ ഓടി വീട്ടിൽ കയറി. പിന്നെ അമ്മയുടെ പിന്നിൽ നിന്ന് ഭയങ്കര ചിരി, എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. ഒരു ചായ കൊണ്ടുവന്നെന്ന് ചടങ്ങുകൾക്ക് ക്ഷണിച്ചു. പിന്നെ ഞങ്ങളുടെ കല്യാണക്കാര്യവും സംസാരിച്ചു. പ്രിയ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. പടിവരെ എൻ്റെ കൂടെ തന്നെ വന്നു. അതെ, ചുമ്മാ കയ്യും വീശി വന്നേക്കരുത്, ഗിഫ്റ്റ് വല്ലതും കൊണ്ടുവരണം, ഞാൻ കളിയാക്കി പറഞ്ഞു. ഓ, നമ്മൾ പാവങ്ങൾ, ഗിഫ്റ്റ് വല്ലതും തന്നാൽ സാറിന് പിടിക്കുമോ എന്തോ. ഒന്ന് പോടി, നേരത്തെ തന്നെ വരണം, അത് മാത്രം മതി. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനവിടെ ഉണ്ടാവും. എന്താ പോരെ? അമ്മയും അനുജത്തി എല്ലാവരും വളരെ ഹാപ്പിയാണ്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. ചിരിയും കളിയുമായിട്ട് നല്ല രസം. പക്ഷേ പ്രിയ വന്നില്ല. ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ എടുത്തില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം നടക്കുമ്പോൾ അവളില്ലെങ്കിൽ. ദേഷ്യം വന്നപ്പോൾ ഫോൺ എടുത്ത് ഒരു ഏറ് കൊടുത്തു. പിന്നിലെ പറമ്പിലെവിടെയോ ചെന്ന് വീണു. പിന്നെ തപ്പിയിട്ടും കിട്ടിയില്ല. 2 ദിവസം എടുത്തു ഒന്ന് തണുക്കാൻ. കണ്ടാ 2 കൊടുത്തിട്ട് തന്നെ കാര്യം, അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അവിടെ ചെന്നിറങ്ങിയതും ആ വീടിൻ്റെ അന്തരീക്ഷാകം മാറിയിരുന്നു. 4 ഭാഗം വലിച്ചു കെട്ടിയ ടാർപ്പായക്കിടയിൽ ആളുകൾ വട്ടമിട്ടിരിക്കുന്നു. ദൈവമേ, പ്രിയയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും? ഞാൻ എൻ്റെ നടത്തത്തിന് സ്പീഡ് കൂട്ടി. വരാന്തയിലേക്ക് കയറി ചെന്നു. പ്രിയയുടെ അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവള് പോയി മക്കളെ, അവസാന നേരവും പറഞ്ഞു. അതുമാത്രം, ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം ആയുസ് കൊടുത്തില്ല എൻ്റെ കുട്ടിക്ക്. എന്തോ ഒന്നും മനസ്സിലായില്ല എനിക്ക്. ചെയ്ത് കത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തോ വല്ലാത്തൊരു പരവേശം. അവസാനമായിട്ടെങ്കിലും ഒന്ന് കാണിക്കായിരുന്നില്ല അമ്മ എന്നെ? അമ്മ എനിക്ക് നേരെ ഒരു പൊതി നീട്ടി. വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ അവളുടെ കൈയക്ഷരത്തിൽ എൻ്റെ പേരെഴുതിയൊരു പൊതി. അവിടെ വെച്ച് തന്നെ ഞാനത് തുറന്നു. അന്ന് അവളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് ഞങ്ങൾ ചേർത്ത് നിർത്തിയൊരു ഫോട്ടോ എടുത്തിരുന്നു. അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ഒന്നും മിണ്ടാതെ അതും കയ്യിൽ പിടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതെ, ഇന്നലത്തെ പേപ്പറിലുണ്ടായിരുന്നു ഒരു ആക്സിഡൻറ്റ് കേസ്. തിരക്കാരനെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. എല്ലാ സന്തോഷവും എനിക്ക് നേരെ വെച്ച് നീട്ടിയിട്ടേ ഉള്ളൂ. ഒന്നും തിരിച്ച് ചോദിച്ചിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെ. എന്നെ സങ്കടപ്പെടുത്തിരുന്ന് അവൾ അവസാന നിമിഷം ആഗ്രഹിച്ചു. അമ്മയെ വിളിച്ചുകൊണ്ട് വരണം, അവളുടെ ആഗ്രഹമാണ്. ഒറ്റക്കാക്കില്ല എന്ന് ഞാനും വാക്ക് കൊടുത്തിരുന്നു. ഓരോന്നാലോചിച്ച് കണ്ണു നിറയുമ്പോഴും ഭിത്തിയിൽ ആ ഫോട്ടോയിലിരുന്ന് എന്നെ ഇപ്പോഴും നോക്കി ചിരിക്കുന്നുണ്ടവൾ. സ്നേഹത്തിന് ചിലപ്പോൾ കണ്ണുനീരെന്നും അർത്ഥമുണ്ട്. ജീവനായതുകൊണ്ടാവാം.